സത്യത്തിൻ്റെ മഹത്വം. ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ആചാര്യന്മാരും, എല്ലാ പുരോഹിതന്മാരും, എല്ലാ മതവിശ്വാസങ്ങളും ഒറ്റ കാര്യം മാത്രമാണ് ഒരുപോലെ മനുഷ്യരിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്. സത്യത്തിൻ്റെ മഹത്വം. സത്യം വളരെ ഉയർന്ന സ്ഥാനത്താണ്. അതൊരു ഗുണം മാത്രമല്ല, അതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യവാന്മാരോടൊപ്പം ഇരിക്കുകയും ചെയ്യുക. സൂറത്ത് തൗബ 9:119. സത്യവാന്മാരുടെ കൂട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, സത്യം നന്മയിലേക്കാണ് നയിക്കുന്നത്, നന്മ സ്വർഗത്തിലേക്കും. ഒരാൾ തുടർച്ചയായി സത്യം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ സത്യവാനായി രേഖപ്പെടുത്തും. ഇത് ഹദീസാണ്. അതുപോലെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, കള്ളം പാപത്തിലേക്കാണ് നയിക്കുന്നത്, പാപം നരകത്തിലേക്ക്. ഇസ്ലാമിൽ സത്യവാക്ക് ശക്തമായ ഈമാനാണ്, കള്ളം ഈമാനിൻ്റെ ദൗർബല്യവുമാണ്. അതിനാലാണ് കള്ളം പറയുന്നത് വ്യാപാരത്തിലായാലും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ കള്ളസാക്ഷ്യം പറയുകയാണെങ്കിലും, ബന്ധങ്ങളിലായാലും, മതപരമായ കാര്യങ്ങളിലായാലും വലിയ പാപമായി തന്നെയാണ് ഇസ്ലാമിൽ കണക്കാക്കുന്നത്. സത്യം എത്ര കഠിനമായാലും ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾക്കെതിരായാലും, മാതാപിതാക്കൾക്കെതിരായാലും, ഇനി ബന്ധുക്കൾക്കെതിരായാലും സത്യം പറയുക എന്ന് തന്നെയാണ്. സൂറത്ത് നിസാ 4:135. സത്യം സൗകര്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് നീതിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സത്യത്തിൻ്റെ ഫലം. സത്യവാനായ ഒരാൾക്ക് ഹൃദയത്തിൽ സമാധാനമുണ്ടാകുകയും സമൂഹത്തിൽ വിശ്വാസമുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അയാൾക്ക് മറ്റൊരു ലോകത്തിൽ, ആഖിറത്തിൽ അദ്ദേഹത്തിന് സമാധാനമുണ്ടായിരിക്കും സ്വീകരിക്കപ്പെടുക. ഇസ്ലാമിൻ്റെ സാരാംശം ഇസ്ലാം സത്യം, നീതി, കരുണ എന്നിവയിലാണ്. സത്യമില്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ആത്മാവില്ലാത്തതുപോലെയാണ്, പ്രാർത്ഥനകൾക്ക് ശക്തിയില്ലാത്തതുപോലെയും, സമൂഹത്തിന് ആ ഒരു വ്യക്തിയെ വിശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. സത്യം പറഞ്ഞതുകൊണ്ട് എല്ലാം തന്നെ നഷ്ടമായെങ്കിലും അവസാനം വിജയം നേടിയ ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്ക് പഠിക്കാനുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുക. 950 വർഷം അദ്ദേഹം സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആളുകൾ ചിരിച്ചു, കല്ലെറിഞ്ഞു, ഭ്രാന്തൻ എന്ന് വിളിച്ചു. സ്വന്തം ഭാര്യയും മകനും പോലും വിശ്വസിച്ചില്ല. എന്തായി അവസാനം? സത്യം തള്ളിയ ലോകത്തെ വെള്ളത്തിൽ മുക്കി. സത്യത്തിൽ ഉറച്ചു നിന്നവരാകട്ടെ രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: സത്യം ആളുകളുടെ എണ്ണം നോക്കുന്നില്ല, അള്ളാഹുവിൻ്റെ തീരുമാനം അന്തിമമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുണ്ടാക്കിയ ദൈവങ്ങൾ നിങ്ങളെ രക്ഷിക്കുമോ? രാജാവ് നമ്രൂദിന് കോപമുണ്ടായി. അദ്ദേഹം ആളിക്കത്തുന്ന തീയിലേക്ക് ഇബ്രാഹീമിനെ എറിഞ്ഞു. അള്ളാഹു കൽപ്പിച്ചു, തീയെ, ഇബ്രാഹീമിന് തണുപ്പും സുരക്ഷയുമാവുക. സത്യവാനെ, അള്ളാഹു കൂടെയുണ്ടെങ്കിൽ തീ പോലും പൊള്ളിക്കുകയില്ല. നബി മൂസ നേരെ ഫിറോനോട് പറഞ്ഞു, ഞാൻ ലോകങ്ങളുടെ റബ്ബിൻ്റെ ദൂതനാണ്. ഫിറോൻ സ്വയം ദൈവമെന്ന് പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാനും ശ്രമിച്ചു, ജനങ്ങളെ പീഡിപ്പിച്ചു. അവസാനം കടൽ പിളർന്നു, സത്യം രക്ഷപ്പെട്ടു, അഹങ്കാരം മുങ്ങിപ്പോയി. സിംഹാസനം ശക്തിയല്ല, സത്യം തന്നെയാണ് യഥാർത്ഥ ശക്തി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പാപം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. കള്ളക്കേസിൽ അദ്ദേഹം ജയിലിലായി, വർഷങ്ങൾ തടവിലും കിടന്നു. അവസാനം അതേ യൂസുഫ് അലൈഹി സ്വലാം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറി. പാഠം ഇതാണ്: സത്യം വൈകിയെത്താം, പക്ഷേ അത് രാജാവായി തന്നെ വരും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് മുമ്പ് പോലും അദ്ദേഹം സത്യത്തെ കൈവിട്ടിരുന്നില്ല. ശത്രുക്കൾ പോലും അൽ അമീൻ അഥവാ വിശ്വസ്തനെന്ന് അദ്ദേഹത്തെ വിളിച്ചു. ദഅവത്ത് ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ കല്ലെറിയുകയും അദ്ദേഹം നാട് വിടേണ്ടതായിട്ടും വന്നു. അദ്ദേഹത്തെ കൊല്ലാനും പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം കള്ളം പറഞ്ഞിരുന്നില്ല. മക്ക വിജയം എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് മേൽ കുറ്റമില്ല. പാഠം: സത്യം പ്രതികാരമല്ല, മാപ്പും കരുണയും പഠിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി സത്യസന്ധനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ആ വ്യക്തിയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ വലിയ ഹരിചന്ദ്രനാണോ എന്ന്. ആരായിരുന്നു ഹരിചന്ദ്രൻ? അദ്ദേഹം സത്യത്തിൻ്റെ പ്രതീകമായി ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ അറിയപ്പെടുന്ന ഒരു മഹാരാജാവാണ്. സത്യം വിട്ടിട്ട് ഒരടി പോലും മാറാത്ത ഒരു രാജാവ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മഹത്വം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ ഹരിചന്ദ്രൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി.
എന്തുകൊണ്ടാണ് സത്യത്തിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ഹരിശ്ചന്ദ്രൻ്റെ പേര് ഹരിശ്ചന്ദ്രനെക്കുറിച്ച് അറിയാത്തവർ പോലും പറയുന്നത് എന്ന് നമുക്കിന്ന് നോക്കാം. സത്യനിഷ്ഠയ്ക്കും ധർമ്മപാലനത്തിനും പേരുകേട്ട ഇക്കാഷു രാജവംശത്തിലെ രാജാവായിരുന്നു ഹരിശ്ചന്ദ്രൻ. വാക്കുപാലിക്കാൻ വേണ്ടി സ്വന്തം രാജ്യവും കുടുംബവും ജീവിതം തന്നെയും ബലി നൽകിയ അദ്ദേഹത്തിൻ്റെ കഥ ഭാരതീയ പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. ഹരിശ്ചന്ദ്രൻ്റെ കഥയുടെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ ദേവസഭയിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധൻ ആരാണെന്ന ചർച്ച നടന്നു. ഹരിശ്ചന്ദ്രൻ ഒരിക്കലും സത്യം ലംഘിക്കാത്തവനാണെന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞു. എന്നാൽ ഇത് പരീക്ഷിക്കാൻ വിശ്വാമിത്ര മഹർഷി തീരുമാനിച്ചു. വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജ്യം ദാനമായി ചോദിച്ചു. ഉണർന്നെണീറ്റ ഹരിശ്ചന്ദ്രൻ സ്വപ്നത്തിലാണെങ്കിലും താൻ നൽകിയ വാക്ക് പാലിക്കാനായി തൻ്റെ രാജ്യം മുഴുവൻ വിശ്വാമിത്രന് വിട്ടുകൊടുത്തു. രാജ്യം ദാനം ചെയ്ത ശേഷം ദക്ഷിണ കൂടി നൽകണമെന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടു. കയ്യിലൊന്നുമില്ലാതിരുന്ന രാജാവ് ദക്ഷിണ നൽകാനായി 1 മാസത്തെ സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാര്യ ചന്ദ്രമതിക്കും മകൻ ലോഹിതാക്ഷനുമൊപ്പം അദ്ദേഹം കാശിയിലേക്ക് തിരിച്ചു. കാശിയിൽ വെച്ച് ദക്ഷിണ നൽകാനുള്ള പണം കണ്ടെത്താനായി ഹരിശ്ചന്ദ്രൻ തൻ്റെ ഭാര്യയെയും മകനെയും ഒരു ബ്രാഹ്മണന് വിറ്റു. ബാക്കി പണത്തിനായി അദ്ദേഹം സ്വയം ഒരു ശ്മശാനം കാക്കുന്ന ജോലിക്കാരനായി മാറി. അദ്ദേഹം അദ്ദേഹത്തെ സ്വയം ഒരു ചണ്ടാലന് വിറ്റു. ആ പണം മുഴുവൻ അദ്ദേഹം വിശ്വാമിത്രന് ദക്ഷിണയായി നൽകി. രാജാവായിരുന്ന ഹരിശ്ചന്ദ്രൻ ശ്മശാനത്തിൽ ശവദാഹം നടത്തുന്നവൻ്റെ സഹായിയായി ജോലി നോക്കി. ഇതിനിടയിൽ കാട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റ് മകൻ ലോഹിതാക്ഷൻ മരിച്ചു. മകൻ്റെ ശവശരീരവുമായി ചന്ദ്രമതി ശ്മശാനത്തിലെത്തി. എന്നാൽ ശ്മശാന കൂലി നൽകാതെ മകനെ ദഹിപ്പിക്കാൻ ഹരിശ്ചന്ദ്രൻ സമ്മതിച്ചില്ല. സ്വന്തം ഭാര്യയോടും മകനോടും അദ്ദേഹം തൻ്റെ ധർമ്മം കൈവിടാതെയുള്ള കർക്കശമായ നിലപാട് തുടർന്നു. കയ്യിൽ പണമില്ലാത്ത ചന്ദ്രമതി തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറി നൽകാൻ തയ്യാറായി. ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും പരമാവധി പരീക്ഷിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ആ സമയത്ത് ദേവന്മാരും വിശ്വാമിത്ര മഹർഷിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹരിശ്ചന്ദ്രൻ പരീക്ഷണങ്ങളിൽ വിജയിച്ചുവെന്ന് അവർ പ്രഖ്യാപിച്ചു. വിശ്വാമിത്രൻ അദ്ദേഹം എടുത്ത രാജ്യമെല്ലാം തിരിച്ചു നൽകി. മറിച്ച് ലോഹിതാക്ഷനെ ദേവന്മാർ പുനർജീവിപ്പിച്ചു. ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയെ ലോകം വാഴ്ത്തി. സത്യം. എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും സത്യം കൈവിടരുത് എന്നതാണ് ഈ കഥ നൽകുന്ന പ്രധാന സന്ദേശം. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ കഥയാണിത്. കുട്ടിക്കാലത്ത് സത്യ ഹരിശ്ചന്ദ്ര എന്ന നാടകം കണ്ടതാണ് ഗാന്ധിജിയെ സത്യത്തിൻ്റെ വഴിയിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. ഈ ലോകത്ത് എല്ലാവരും പറയും ഞാൻ സത്യവാനാണ്. പക്ഷേ ചോദിക്കൂ, സത്യം പറയാൻ എത്ര വരെ നിങ്ങൾ തയ്യാറാണ്? നഷ്ടം വരുമ്പോൾ വരെയോ? അതോ അപമാനം വരുമ്പോഴും നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുമോ? സ്വന്തം കുഞ്ഞ് മുന്നിൽ മരിച്ചു കിടക്കുമ്പോഴും നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഒരു മനുഷ്യൻ മാത്രമാണ് ചരിത്രത്തിൽ ഉത്തരം നൽകിയിട്ടുള്ളത്. അവനായിരുന്നു ഹരിശ്ചന്ദ്ര രാജാവ്. വിശ്വാമിത്ര മഹർഷി പോലും അദ്ദേഹത്തിന് മുമ്പിൽ തോറ്റുപോയത് ഒരൊറ്റ ചിന്ത കാരണമാണ്. സത്യം പറയുന്നത് എളുപ്പമാണ്, പക്ഷേ സത്യം കാക്കുന്നത് എത്ര പേർക്ക് സാധിക്കുമെന്നുള്ള ചോദ്യമായിരുന്നു. ഇവിടെ നമുക്ക് കാണാം, സത്യം നിലനിർത്താൻ വേണ്ടി സർവ്വവും ഉപേക്ഷിച്ച ഹരിശ്ചന്ദ്രൻ എന്ന രാജാവിനെയും ഭർത്താവിൻ്റെ സത്യത്തെ നിലനിർത്താൻ വേണ്ടി ജീവിതം തന്നെ ഹോമിക്കാൻ തയ്യാറായ ചന്ദ്രമതി എന്ന ഭാര്യയെയും അവരോടൊപ്പം നിന്ന മകനെയും. ജീവിക്കാൻ വേണ്ടി ഏതൊക്കെ വലിയ ചാണക്യ തന്ത്രങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചാലും ഒരിക്കലും സത്യത്തെ കൈവെടിയാതിരിക്കുക. നിവർന്നു നിൽക്കുന്ന മരങ്ങളാണ് കാട്ടിൽ ആദ്യം മുറിക്കപ്പെടുക. എല്ലാവരും കരുതുന്നു നാം ഒരു നിവർന്നു നിൽക്കുന്ന മരത്തെ പോലെ ആവരുത് എന്ന്. എന്നാൽ അവർ സത്യം അറിയുന്നില്ല. നിവർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിക്കപ്പെട്ടുകൊണ്ട് അത് വിലപിടിപ്പുള്ള ഫർണിച്ചറുകളാക്കി മാറ്റിക്കൊണ്ട് എക്കാലവും അത് മൂല്യമുള്ള വസ്തുക്കളായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളഞ്ഞ മരങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? വളഞ്ഞ മരങ്ങളെ ആരും തിരഞ്ഞെടുക്കുകയില്ല. അഥവാ അതിനെ തിരയുന്നവരാകട്ടെ അതിനെ വിറകായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കത്തിച്ചാരമായി മണ്ണായി മാറുമ്പോഴും നിവർന്നു നിൽക്കുന്ന മരങ്ങൾ വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കളായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ അപ്രകാരം തന്നെ നിവർന്ന മരത്തെ പോലെ ആവുകയാണ് എങ്കിൽ, നേരായ മനുഷ്യനാവുകയാണ് എങ്കിൽ, കാലം ഇവരെയൊക്കെ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെയും എന്നും ഓർക്കുന്നതായിരിക്കും. മഹാഭാരത കഥകളിൽ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ചക്രവർത്തി സാമ്രാട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു കള്ളത്തിന് കൂട്ടി നിൽക്കേണ്ടതായി. ശേഷം അദ്ദേഹം അതിനുള്ള ശിക്ഷയും ഏറ്റുവാങ്ങി ഉടലോടുകൂടി സ്വർഗത്തിൽ പോയ മഹാമനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തെ മുറുകെ പിടിച്ചവരെല്ലാം അവരുടെ ജീവിതത്തിൽ
ഒരുപാട് ത്യാഗങ്ങളും വേദനകളും എല്ലാം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കാലം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിന് മാത്രമായിരിക്കും അവസാനമായ വിജയമുണ്ടാകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരുപക്ഷേ മറ്റൊരു വീഡിയോയ്ക്ക് അത് കാരണമായേക്കാം. നന്ദി.